എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഞാനിന്ന് വന്നിട്ടുള്ളത് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഇന്ന് നമുക്ക് വീട്ടിൽ ശുദ്ധമായ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. യൂട്യൂബിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കുറേ ആൾക്കാർ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഇത് എന്താണ് ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ലേഗ്യം പിന്നെ അച്ചാർ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചിലവർ ആവശ്യപ്പെട്ട ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് ഫോളോ ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉരുക്ക് വെളിച്ചെണ്ണ ഇടണ ഒരു വീഡിയോ ഇടുമെന്ന്. അപ്പോൾ എനിക്കിന്ന് ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒരു ഓർഡറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് ഉണ്ടാക്കുകയാണ് ഇന്ന്. അപ്പോൾ അത് കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാമെന്നും വിചാരിച്ചു. ഇതിൽ കണ്ട പോലെ ഞാനിപ്പോൾ ഒരു 15 തേങ്ങയാണ് എടുത്തിട്ട് ചെരുകി വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. ഇതൊന്ന് കറങ്ങി കിട്ടാനുള്ള ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് നമ്മളിത് അരച്ചെടുക്കരുത്, ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് മാത്രം. നമുക്ക് നല്ലത് പിഴിഞ്ഞാൽ കിട്ടുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങ എടുക്കണം. ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം അതാണ്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ആ 15 തേങ്ങ കുറച്ചായിട്ട് മിക്സിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാനുള്ള ഒരു പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വല്ലാതെ അരയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കറക്കുക. അതിനുള്ള ഒരു വെള്ളവും നമ്മൾ അതിൻ്റെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമായ എണ്ണ കാച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ വല്ലാതെ അരഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതൊതുങ്ങില്ല. ഇതിന് കുറച്ച് പിണ്ടി വരണ്ടേ. ഇതാ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇനി ഇത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ പിണ്ടികളൊക്കെ നമ്മളങ്ങോട്ട് തേങ്ങയുടെ പീരാന്നും പറയാം, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമ്മളൊരു നേരിയ തുണിയോ തോർത്തോ ഇല്ലെങ്കിൽ നമ്മളിത് ഒഴിക്കുകയാണ്. അങ്ങനെ നമുക്കതിന് പാല് കിട്ടും. ആ പാല് നന്നായി പിഴിഞ്ഞെടുക്കുക. പിന്നെ നമ്മളിത് പിഴിയണമെന്നില്ല കേട്ടോ. ആദ്യത്തെ തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. പിന്നെ ചിലവരൊക്കെ ഇത് രണ്ടാമതും ഈ നാളികേരത്തിൻ്റെ പീരിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്നും കൂടിയും പിഴിയാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാറില്ല അത്. ഇത് നമ്മൾ ആദ്യം തന്നെ നല്ല രീതിക്ക് ഇത് പിഴിഞ്ഞെടുത്താൽ കിട്ടണ കാരണം ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല. ചെയ്താൽ വെള്ളം കൂടും. വെള്ളം കൂടിയാൽ എണ്ണയാവണ ടൈമും കൂടുതലാവും. നമ്മൾ പിന്നെ അത്രയും നേരം കത്തിച്ച് ഇളക്കേണ്ടി വരും. ഇത് കട്ടിയുള്ള പാല് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കില്ല. എന്നാൽ തന്നെ ഒരു എണ്ണയായി വരണമെങ്കിൽ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ എങ്ങനെയും പിടിക്കും. പിന്നെ സമയത്തിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അതെങ്ങനെയാണെങ്കിൽ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി നമ്മൾ തേങ്ങ എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഞാനെടുത്തിട്ടുള്ളത് 15 എണ്ണമാണ്. ഇനിയിപ്പോൾ നമ്മൾ 20 എണ്ണ എടുത്താൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ ടൈം പിടിക്കും. 25 എടുത്താൽ അങ്ങനെ തേങ്ങയുടെ എണ്ണത്തിനനുസരിച്ച് എണ്ണയാവണ ടൈമും നമുക്ക് കൂടുതലാവും. ഞാനിപ്പോൾ ഇത് 1.5 മണിക്കൂറിനുള്ളിൽ എണ്ണയായി എനിക്ക് കിട്ടിയിട്ടോ. ഇത് നമ്മൾ അരിച്ചെടുത്ത തേങ്ങാപ്പാൽ ഈ ചീനച്ചട്ടിയിലേക്ക് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചു കൂട്ടാ. ഇത് 20 തേങ്ങ വരെ ഇതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് 20ലും കൂടുതലാകുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഗൾഫിലേക്കൊക്കെ ഓർഡർ വരാറുണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ. അപ്പം ഞാൻ ഉരുളി എടുക്കും. ഒരു 50 തേങ്ങ വരെ നമുക്ക് കാച്ചാനുള്ള ഉരുളി ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ വെക്കുക. 20 തേങ്ങ വരെ ഞാൻ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇത് നമ്മളിപ്പോൾ വെച്ച പാട് കുറച്ച് നേരം നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ വെച്ചതൊക്കെ അതൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നതിപ്പോൾ കണ്ടില്ലേ, ഞാൻ വെച്ചതില്ല, ഇത് വറ്റി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇളക്കൽ കുറച്ച് കുറയ്ക്കാം. എന്നാലും നമുക്ക് അവിടെ നിന്ന് എണീച്ച് പോരാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി കുറുകി വന്നു കഴിഞ്ഞ് ഈ സമയത്തും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമായി തുടങ്ങി. ഇപ്പോഴൊന്നും ഇളക്കൽ ഇനി നിർത്താൻ പാടില്ല. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് പൊന്തി വരുന്നത് കാണാണ്ടല്ലോ. ഈ സമയത്ത് ഇത് ചളിപ്രായം എന്നാണ് പറയുക എണ്ണ കാച്ചുന്നതിൽ. ഈ സമയത്ത് നമ്മുടെ കയ്യിലേക്കൊക്കെ ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടെങ്കിൽ കുറച്ച് വിട്ടിരിക്കുക. അടുപ്പിൻ്റെ അവിടുന്ന് കുറച്ച് നീങ്ങിയിരുന്നിട്ട് എപ്പോഴും കുറച്ച് വലിയ ചട്ടുക
ഞാൻ ഇത് കാച്ചാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിച്ചിട്ടുള്ളതാണ് ഈ ചട്ടുകം. അല്ലെങ്കിൽ ആദ്യം ഞാൻ ചെറിയ ചട്ടുകാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ കൈമലിക്കൊക്കെ ആവുമായിരുന്നു ഈ എണ്ണ പൊട്ടിത്തെറിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറഞ്ഞുണ്ടാക്കിച്ച്. ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല, കുറച്ച് നീങ്ങിയിരുന്നിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ചളിപ്രായമൊക്കെ വിട്ട് ഇത് മണൽ പരുവത്തിലായി. എണ്ണ കാച്ചണേൽ ഈ ഒരു പരുവത്തിന് അങ്ങനെയാണ് നമ്മൾ പറയുക. ഇനി ഇത് മൂത്ത് വരണം. ഇത് മൂത്ത് വന്നിട്ട് ഒരു സ്വർണ്ണ നിറം ആയി വരണം. ഇപ്പം ആയിട്ടില്ല, ആവേണ്ട ആ സ്റ്റേജാണിത്. ഇപ്പോൾ അടുപ്പത്ത് നിന്ന് ഇറക്കാനുള്ള പരുവായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെളിച്ചെണ്ണയുടെ ഒരു നിറമൊക്കെ വന്നിട്ടുണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്വർണ്ണ നിറമാണല്ലോ അതിൻ്റെ ഒരു പാകം. പക്ഷേ അതായിട്ട് അടുപ്പത്തു നിന്ന് നമ്മൾ ഇറക്കാൻ നിൽക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തു നിന്ന് ഇറക്കി വയ്ക്കുക. പിന്നെ ഈ ചീനച്ചട്ടിയിൽ ഇരുന്നിട്ട് ഇതിനൊരു പാകാവാണ്ട് അത് മതി. അല്ലെങ്കിൽ ഇത് അടുപ്പത്തുനിന്ന് ഇത് സ്വർണ്ണ കളറാവാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തേങ്ങയൊക്കെ കഴിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മളെടുത്ത് ഇറക്കി വയ്ക്കുക അടുപ്പിൽ നിന്ന്. ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ചൂടൊക്കെ ആറിയപ്പോൾ ഇതിൻ്റെ കറക്റ്റായ നിറമൊക്കെ വന്ന് ശരിക്ക് ഉരുക്ക് വെളിച്ചെണ്ണയുടെ അതേ പരുവായി. നമ്മൾ 15 തേങ്ങ എടുത്തിട്ട് ഉണ്ടാക്കിയതിൽ ഇപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ. ഇപ്പോൾ ഈ കൽക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളാ എടുത്ത തേങ്ങ പിഴിഞ്ഞ പീരുണ്ടല്ലോ, അതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഇത് കരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. ഒന്നുമില്ല കേട്ടോ, നല്ല മധുരമാണ് ഇപ്പം അതിന്, നല്ല പാക. അതുകൊണ്ട് നമുക്ക് സമ്മന്തി അരയ്ക്കാനും സാമ്പാറിന് അരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്ന് എൻ്റെ അടുത്തുനിന്ന് ഞാൻ മുഴുവനൊന്നും എടുക്കില്ല, കുറച്ച് ഇവിടെ എടുക്കും. പിന്നെ അത് കുറേയൊന്നും നമ്മൾ എടുത്തു വയ്ക്കില്ലല്ലോ, ബാക്കി അവിടെ അടുത്തടുത്തുള്ളവർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കും. അതാ ചെയ്യാറ്. ഇപ്പം ഞാൻ വലിയൊരു അരിപ്പയിൽ ഇത് അരിച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചെറിയ ഒരു പൊടികൾ കാണാണ്ടല്ലോ. ഇനി ഞാൻ വേറൊരു ചെറിയ അരിപ്പയിലും കൂടിയിട്ട് അരിച്ചെടുക്കും. അതും കൂടി കഴിഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണ റെഡിയായി കേട്ടോ. ഈ ഒരു കുപ്പിക്ക് ഒരു 1.5 കുപ്പിയാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുപ്പിയാണ് ഇപ്പോൾ എനിക്ക് ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് അതിലാക്കി. ഇനി ബാക്കിയുള്ളത് വേറെ ഒരു കുപ്പിയിലാക്കി വയ്ക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഉരുക്ക് വെളിച്ചെണ്ണ എങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.